വെൽക്കം ബാക്ക്. ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ചിരട്ട ചായയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ചിരട്ട ചായ എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഈ ഒരു ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചിരട്ടയാണ്. ചിരട്ട അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് മുമ്പ് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ചിരട്ടയുടെ ഈ ഒരു ഭാഗം തന്നെ എടുക്കണം കേട്ടോ. അതായത് കണ്ണുള്ള ഭാഗം എടുക്കരുത്, ഈ ഒരു പോർഷൻ എടുക്കുക. കുറച്ച് കുഴിയിട്ട ചിരട്ടയാണെങ്കിൽ വളരെ നന്നായി. എനിക്കിപ്പോൾ ഇതിൽ ഒരു ഗ്ലാസ് ചായ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതുപോലെ നാരൊക്കെ കുറച്ചൊന്ന് കളയുന്നത് നന്നായിരിക്കും, കാരണം നമ്മൾ കത്തിച്ചെടുക്കുമ്പം നാരൊക്കെ കത്തിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചിരട്ട നമ്മൾ കത്തിക്കുന്നതിന് മുമ്പ്, ചൂടാക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഒരു 1/2 കപ്പ് പാല്, ഒരു ഗ്ലാസ് ചിരട്ട ചായ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് 1/2 കപ്പ് പാല് ഞാൻ വേറൊരു പാനിൽ ചൂടാക്കി എടുക്കുന്നുണ്ട്. നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ചിരട്ട ഉണ്ടാകും. ഇവിടെ ഇപ്പോൾ എൻ്റെ അടുത്ത് ആകെ 2 ഉള്ളൂ. ഒരെണ്ണം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ആദ്യം, എന്നിട്ട് രണ്ടാമത്തെ ഇപ്പോൾ എടുത്തത്. അപ്പം ഫ്ലെയിം വളരെ കുറച്ച് വെക്കുക, കാരണം ഒന്നാകെ കത്തിപ്പിടിക്കും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ചിരട്ട ചായ ട്രൈ ചെയ്തിട്ട് കത്തിപ്പിടിച്ചതൊന്നും കേൾക്കരുത്, അതുകൊണ്ട് പറയാണ്. എന്നിട്ട് അതിലേക്ക് ഞാൻ 1/2 കപ്പിലും കുറവ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. നമ്മുടെ ചിരട്ടയുടെ സൈസ് അനുസരിച്ചിട്ട് വേണം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പം വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വെള്ളം തിളപ്പിച്ചെടുക്കാൻ. 1/2 കപ്പിലും കുറവാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. അതുപോലെ പാൽ ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ പാൽ തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം കേട്ടോ. ഞാനൊരു 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ പാൽ അത്യാവശ്യം നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ അതൊക്കെ വന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പാൽ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ആ പാത്രം, നമ്മൾ പാൽ തിളപ്പിച്ചെടുത്ത പാത്രം ഉണ്ടല്ലോ, അത് കഴുകിയിട്ട് അവിടെ മാറ്റി വയ്ക്കുക. നമുക്ക് ഈ ചായ തിളയ്ക്കുന്ന സമയത്ത് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ആവാൻ വേണ്ടിയിട്ട് ഒരു പാൻ എപ്പോഴും റെഡിയാക്കി വെക്കണം സൈഡിൽ. അപ്പം വെള്ളം ഇപ്പോൾ ഏകദേശം നന്നായിട്ട് നല്ല ചൂടായിട്ടുണ്ട്. ചൂടായ സമയത്ത് ഞാനിതിലേക്ക് 1 ടീസ്പൂണ് ചായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചായപ്പൊടി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ ചിരട്ട ചൂടായി കിട്ടാൻ ഭയങ്കര പാടാണ്. നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചാൽ കത്തി പിടിക്കാനുള്ള ടെൻഷനുണ്ട്. അപ്പം ചായപ്പൊടി തിളച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാലുണ്ടല്ലോ, പാലും പഞ്ചസാരയും കൂടി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കണം. ഫ്ലെയിം കൂട്ടുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഒരു പ്ലക്കർ ഇറുക്കിയുണ്ടല്ലോ, അത് സൈഡിൽ വെക്കും ചെയ്യണം കേട്ടോ. കാരണം ഇത് നന്നായിട്ട് പുറത്തേക്ക് തിളച്ച് വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ ഒരു പ്ലക്കർ വെച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക്, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ ഞാൻ നേരത്തെ ഫസ്റ്റ് ട്രൈ ചെയ്തപ്പം കുറച്ച് പുറത്തേക്ക് പോയി. അപ്പോൾ ഞാൻ പിന്നെ റിസ്ക് എടുത്തില്ല. അത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് വേണം ഇങ്ങനെ പാനിലേക്ക് മാറ്റാൻ. അപ്പം ആ ചൂട് കൊണ്ട് തന്നെ അത് പുറത്തേക്ക് ഫുള്ളായിട്ട് തിളച്ചിട്ട് ഈ പാനിലേക്ക് വരും. തന്തൂരി ചായയുടെ സെയിം പോലെ തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ ഒരു അരിപ്പയിലൂടെ ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മൾ ഈ പുറത്ത് തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്ന ചായ ഉണ്ടല്ലോ, അതിനേക്കാളും ടേസ്റ്റ് വരുന്നൊരു ചായയാണ്. പക്ഷേ ഇത് ഉണ്ടാക്കാൻ കുറച്ച് ടൈം എടുക്കും, കാരണം ഇത് ചെറിയ ഫ്ലെയിമിൽ നമ്മൾ ചൂടാക്കി എടുക്കുമ്പോഴും, ചിരട്ട ചൂടാക്കി എടുക്കുമ്പോഴും. നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് റിസ്ക് എടുക്കാണ്ട് ചെയ്യാം, കാരണം കത്തിപ്പിടിച്ചാലും കുഴപ്പമില്ല. ഇവിടെ ആകുമ്പോൾ, ഫ്ലാറ്റിലൊക്കെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിരിക്കണം. ഒരു തവണയൊക്കെ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. കാരണം ഒരൊറ്റ തവണ നമുക്ക് ഒരു ഗ്ലാസ് ചായയല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം അത്യാവശ്യം സമയം എടുക്കുന്നുണ്ട് ചിരട്ടൊക്കെ ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു തവണയൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചായയുടെ റെസിപ്പിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേറെ നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.